കേന്ദ്ര സർക്കാരിനെതിരായ കർഷകരുടെ ഡൽഹി ചലോ മാർച്ച് അല്പസമയത്തിനകം. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ നിന്നും ഡൽഹിയിലേക്ക് ഉടൻ നീങ്ങും. പഞ്ചാബിൽ നിന്ന് കൂടുതൽ കർഷകർ ട്രാക്ടറുകളുമായി അതിർത്തിയിലെത്തി. സിംഗു അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി. ബുൾഡോസറുകൾ മാറ്റിയില്ലെങ്കിൽ കർശന നടപടിയെന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. നിതിൻ അംബുജൻ ശംഭു അതിർത്തിയിൽ നിന്ന്, ബൽറാം നെടുങ്ങാടി സിംഗു അതിർത്തിയിൽ നിന്ന് പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്ക്. ബൽറാം, സിംഗു അതിർത്തിയിലെ സാഹചര്യം എന്താണ്? വേണു, കർഷക പ്രക്ഷോഭത്തെ തുടർന്ന് അതിനെ നേരിടുന്നതിനായി യുദ്ധസമാനമായ സന്നാഹങ്ങളാണ് പോലീസ് ഈ സിംഗു അതിർത്തിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഹരിയാന ഡൽഹി അതിർത്തിയാണ് സിംഗു. 2020 കർഷക പ്രക്ഷോഭം ഏറ്റവും പ്രക്ഷുബ്ധമായ ഏതാണ്ട് ഒരു വർഷത്തിലേറെ തങ്ങി നിന്ന ഒരു പ്രദേശമാണ്. ഇത് കണക്കാക്കിക്കൊണ്ട് തന്നെയുള്ള സന്നാഹങ്ങളാണ് സിംഗു അതിർത്തിയിൽ ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ റോഡിന് ഏതാണ്ട് നേരത്തെ കഴിഞ്ഞ പ്രക്ഷോഭം ഉണ്ടായിരുന്ന പ്രദേശത്തിലെ ഏതാണ്ട് 50 മീറ്റർ മുന്നോട്ടാണ് ഇപ്പോൾ നാം ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത്. ഇവിടെ നിന്നും ഏതാണ്ട് 200 മീറ്റർ മുമ്പ് തന്നെ പോലീസ് ബാരിക്കേഡുകൾ നിരത്തിയിരിക്കുന്നു. ഈ ബാരിക്കേഡുകൾക്ക് അപ്പുറമായി ഇപ്പോൾ നേരത്തെ പ്രക്ഷോഭകർ തങ്ങിയിരുന്ന പ്രദേശത്ത് അവിടെ സ്ഥിരമായ ഒരു ക്രമീകരണമാണ്. കോൺക്രീറ്റ് ഏതാണ്ട് 4 അടി ഉയരത്തിൽ കോൺക്രീറ്റ് ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇതിന് 2 വശത്തായി ഈ കോൺക്രീറ്റ് സ്ലാബുകൾ നിരത്തിക്കൊണ്ട് 6 അടി ഉയരത്തിലുള്ള കോൺക്രീറ്റ് സ്ലാബുകൾ നിരത്തി അതിന് നടുവിലായി 4 അടിയോളം ഉയരത്തിൽ ഇത്തരത്തിൽ കോൺക്രീറ്റ് ഇട്ട് അത് ഉറപ്പിച്ചിരിക്കുന്നു റോഡിൽ എന്നുള്ളതാണ്. ഇതിനെ മറികടക്കുക എന്നുള്ളത് ഏറെ പ്രയാസകരമായിരിക്കും പ്രതിഷേധക്കാർക്ക് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. കാരണം നേരത്തെ 2020 പ്രക്ഷോഭത്തിൽ ഈ സമരക്കാർ ബാരിക്കേഡുകൾ എടുത്തു മാറ്റി ആണ് മുന്നോട്ട് പോയത്. ട്രാക്ടറുകൾ ഉപയോഗിച്ചും കൈകൾ കൊണ്ടും എടുത്തു മാറ്റിയാണ് മുന്നോട്ട് പോയത്. അതിന് വേണ്ടി അത് തടസ്സപ്പെടുത്താനായി തന്നെയാണ് 1ാം നിര പ്രതിരോധം തീർത്തിരിക്കുന്നത്. പിന്നീട് ഈ കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഒരുക്കിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇന്ന് കർഷകർ പ്രക്ഷോഭം വീണ്ടും മുന്നോട്ട് നീങ്ങാം എന്ന് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ കേന്ദ്രസേനയെയും ഡൽഹി പോലീസിന്റെ വലിയൊരു വിഭാഗത്തെയും വിന്യസിച്ചിരിക്കുന്നു. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയാണ് ഈ മേൽപ്പാലത്തിന് മുകളിൽ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. അവിടെ പോലീസിന്റെ വലിയ സന്നാഹങ്ങൾ. ദിവസങ്ങളായി അവർ ടെന്റുകൾ കെട്ടി ഇവിടെ തന്നെ തങ്ങുകയാണ്. ഇതിനപ്പുറത്തേക്കായി മുന്നോട്ട് നീങ്ങുന്ന ഘട്ടത്തിൽ ഏതാണ്ട് 50 മീറ്ററിലധികം ദൂരം കൃത്യമായ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ, മുള്ളുകമ്പികൾ അടക്കമുള്ളവ ഉപയോഗിച്ച് പ്രതിരോധം തീർത്തിട്ടുണ്ട്. ഒരു കോട്ട തന്നെ തീർത്തിട്ടുണ്ട് ഡൽഹി പോലീസ് അക്ഷരാർത്ഥത്തിൽ. ഒരു കാരണവശാലും ഡൽഹിയിലേക്ക് പ്രതിഷേധക്കാരെ പ്രവേശിപ്പിക്കില്ല എന്ന പോലീസ് ഇത്തവണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് തക്കതായ ക്രമീകരണങ്ങൾ തന്നെ ഒരുക്കിയിരിക്കുന്നു ഇത്തവണ സിംഗുവിൽ എന്നുള്ളതാണ്. ഏതാണ്ട് ബാരിക്കേഡുകൾ 50 മീറ്ററിൽ അധികം ദൂരത്തിൽ കൃത്യമായി തന്നെ ഇടവേളയില്ലാതെ പല തരത്തിലുള്ള ഇരുമ്പ് പ്രതിരോധം, ഒപ്പം തന്നെ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ, മുള്ളുകമ്പികൾ, ഒപ്പം കണ്ടെയ്നറുകൾക്കകത്ത് മണ്ണ് നിറച്ച് കൃത്യമായുള്ള പ്രതിരോധം എന്നിവയാണ് പോലീസ് തീർത്തിരിക്കുന്നത്. ഇന്ന് കൂടുതലായി സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു നീക്കം സിംഗു അതിർത്തിയിലേക്ക് പ്രതിഷേധക്കാർ എത്തുകയാണെങ്കിൽ അതിനെ നേരിടുന്നതിനായി നിലവിൽ ഇപ്പോൾ ഏതാണ്ട് ഡൽഹി അതിർത്തിയിൽ നിന്നും 200 കിലോമീറ്ററോളം അകലെയാണ് പ്രതിഷേധക്കാർ ഉള്ളത്. അത് അടുത്തേക്ക് എത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ സമീപ പ്രദേശത്തു നിന്നും സംഘടിച്ച് മറ്റു മാർഗങ്ങളിലൂടെ പ്രതിഷേധക്കാർ എത്തുകയാണെങ്കിൽ അതിനെ എല്ലാം നേരിടാൻ തക്കതായ പ്രതിരോധം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ ഡൽഹി പോലീസ് ഒരുക്കിയിരിക്കുന്ന പൂർണ്ണമായ പ്രതിരോധത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ ഈ 2ാം നിരയായി ഇത്തരത്തിൽ ചെറിയ ഇടവേളകളിൽ ഇത്തരത്തിലുള്ള 5 അടി ഉയരത്തിലുള്ള കോൺക്രീറ്റ് ബാരിക്കേഡുകൾ, ഇത് റോഡുകളിൽ ഡിവൈഡറുകളായി ഉപയോഗിക്കുന്ന ആ കോൺക്രീറ്റ് പാളികളാണ് ഇത്തരത്തിൽ നിരത്തിയിരിക്കുന്നത്. തുടർച്ചയായി നിരത്തി അതിനിടയിലും കോൺക്രീറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നീട് മുള്ളുകമ്പികളുടെ വലിയൊരു പ്രതിരോധം തന്നെ തീർത്തിരിക്കുന്നു. ഡൽഹി പോലീസ് ഉപയോഗിക്കുന്ന ഈ ബാരിക്കേഡുകൾ, സാധാരണ പ്രതിഷേധക്കാരെ തടയുന്നതിനായി ഉപയോഗിക്കുന്ന ബാരിക്കേഡുകളുടെ വലിയൊരു നിര, ഏതാണ്ട് 20 മീറ്ററോളം ഈ ബാരിക്കേഡുകൾ തന്നെ നിരത്തിവെച്ച് അതിനു മുകളിൽ മുള്ളുകമ്പികൾ നിരത്തിക്കൊണ്ട് ഒരു പ്രതിരോധം തീർത്തിരിക്കുന്നു. ഇതിനപ്പുറത്തേക്കാണ് ഈ കണ്ടെയ്നറുകൾക്ക് ഉള്ളിൽ മണ്ണ് നിറച്ച് അതിനു മുകളിൽ മണൽച്ചാക്കുകൾ നിരത്തിക്കൊണ്ടുള്ള ഒരു
പ്രതിരോധ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അത് ഏതാണ്ട് 20-30 മീറ്ററോളം അത്തരത്തിലുള്ള പ്രതിരോധവും ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ശക്തമായ ക്രമീകരണം ഇത്തവണ പ്രതിഷേധക്കാരെ നേരിടുന്നതിനായി പോലീസ് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 1200ഓളം ട്രാക്ടറുകൾ ഈ പ്രതിഷേധക്കാരോടൊപ്പം ഇപ്പോൾ ഉണ്ട് എന്നും 300 കാറുകളും ഒപ്പം തന്നെ 10 മിനി ബസ്സുകളുമാണ് ഉള്ളത് എന്നുമാണ് പോലീസ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ടിൽ അക്കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 14,000-ഓളം പേർ പ്രതിഷേധക്കാർ ഇപ്പോൾ ഹരിയാന പഞ്ചാബ് അതിർത്തികളിൽ ഉണ്ട് എന്നുമാണ് കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ള കണക്ക്. 4 ചർച്ചകളും പരാജയപ്പെട്ട ഒരു പശ്ചാത്തലത്തിലാണ് കർഷകർ മുന്നോട്ട് നീങ്ങുന്നത്. ഈ ഒരു കർഷകരെ നേരിടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നിലവിൽ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ ഡൽഹി പോലീസുകളുടെ വിലയിരുത്തൽ എന്നുള്ളത്. ഒപ്പം തന്നെ ബുൾഡോസറുകളടക്കമുള്ള ക്രമീകരണങ്ങൾ ഈ പോലീസിന്റെ പ്രതിരോധത്തെ മറികടക്കാനായി കർഷകർ ഒപ്പം ഉണ്ട്. അത്തരം ബുൾഡോസറുകൾക്ക് കർശന നിർദ്ദേശം പോലീസ് നൽകിയിരിക്കുന്നു. അത് സമര സ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ സമരക്കാരോടൊപ്പം നിന്നും മാറണമെന്നും അല്ലെങ്കിൽ കർശനമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തും എന്നുമുള്ള മുന്നറിയിപ്പാണ്. എന്തായാലും പ്രതിഷേധക്കാർ പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നിന്നും മുന്നോട്ട് തന്നെ പോകും. അതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. പ്രധാനമായും MSP എന്ന കർഷകരുടെ പ്രധാന ആവശ്യത്തിൽ തന്നെ തട്ടിത്തടഞ്ഞു നിൽക്കുകയാണ് ചർച്ച നിലവിൽ. അത് നടപ്പിലാക്കുന്നതിന്റെ അപ്രായോഗികതയാണ് സർക്കാർ കർഷകരുമായി വിശദീകരിക്കാൻ ശ്രമിച്ചത്. എന്നാൽ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. 23 വിളകൾക്ക് MSP എന്ന ആവശ്യം, അതിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് കർഷകർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കർഷകർ മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ നിലവിലിപ്പോൾ ഈ സംയുക്ത കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കൽ വിഭാഗം മാത്രമാണ് എങ്കിൽ അതിനപ്പുറത്തേക്ക് നേരത്തെ ഉണ്ടായിരുന്ന സംയുക്ത കിസാൻ മോർച്ചയുടെ മറ്റ് സംഘടനകൾ കൂടി ഇതിലേക്ക് അണിചേരും എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോഴുള്ള ഒരു സാഹചര്യം. കാരണം കർഷകരെ സംബന്ധിച്ചിടത്തോളം സമരം ചെയ്യുന്ന വിഭാഗം തങ്ങളുടെ ഒപ്പം നിന്നും പിരിഞ്ഞു പോയവരാണെങ്കിൽ പോലും അവർക്ക് നേരെ നടപടി ഉണ്ടെങ്കിൽ നോക്കിയിരിക്കില്ല എന്നുള്ള മുന്നറിയിപ്പ് മറ്റ് കർഷക സംഘടനകൾ നൽകിയിട്ടുണ്ട്. ശക്തമായ മറ്റൊരു കർഷക സമരത്തിന് കൂടിയായിരിക്കും അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഡൽഹി അതിർത്തികൾ സാക്ഷ്യം വഹിക്കുക. ഇതിനെ നേരിടാനുള്ള ക്രമീകരണങ്ങൾക്കൊപ്പം ചർച്ച ചെയ്ത് സമവായത്തിലെത്താനുള്ള സാധ്യതകളും ഇപ്പോഴും അവശേഷിക്കുന്നു എന്ന് തന്നെയാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. വേണു.